പേര് ഹാഫിസ് ചാലിയാണ്. ഇപ്പോൾ വൺ ഇന്ത്യ കൈറ്റിൽ വന്നിട്ട് ഏകദേശം 7 years ആയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അംഗങ്ങളാണെങ്കിലും റിസോർട്ടിന്റെ ആൾക്കാരാണെങ്കിലും നല്ല രീതിയിലാണ് ഞങ്ങൾക്കുള്ള എല്ലാ രീതിയിലും സഹകരണങ്ങളും നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത വർഷവും അവർ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ പറയുന്നുള്ളത്. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ ഷുവറായിട്ട് ഞങ്ങൾ വൺ ഇന്ത്യ കൈറ്റിന്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുന്നതാണ്. വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇന്ന് കക്കാടംപൊയിൽ നടന്നത്, കൈറ്റ് ഫെസ്റ്റിവൽ. സാധാരണ ഇത് ബീച്ച് ഭാഗങ്ങളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൈറ്റ് ഫെസ്റ്റിവൽ അനുയോജ്യമാണോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഇന്ന്. ഏകദേശം 100% വിജയകരമായിട്ട് പട്ടങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്ത ഒരു ദിവസമായിരുന്നു. നമ്മൾ സാധാരണയൊക്കെ 10 രൂപയുടെയും 20 രൂപയുടെ ഒക്കെ പട്ടം ബീച്ചിൽ പറക്കുന്നതാണ് കാണുന്നത്. ഇത് വ്യത്യസ്തമായ ഡിസൈനുകളിൽ വ്യത്യസ്തമായ രൂപങ്ങളിലുള്ള പട്ടങ്ങളാണ് ഇന്ന് കക്കാടംപൊയിലിന്റെ ആകാശത്ത് വിസ്മയം തീർത്തത്. നാളുകളിലും ഇത്തരം വ്യത്യസ്തമായ ടൂറിസം രംഗത്തിന് ഉണർവ് നൽകുന്ന പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്തും ഈ പ്രദേശത്തുള്ള ടൂറിസം അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതെല്ലാ വർഷവും പൊതുജനങ്ങൾക്ക് കൂടി കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി ജനകീയമായി നടത്താൻ നമ്മൾ ശ്രമിക്കും. അടുത്ത വർഷം ഇതേ സമയത്ത് വീണ്ടും ഒരു കൈറ്റ് ഫെസ്റ്റിവൽ കക്കാടംപൊയിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ ഈ പരിപാടിക്ക് എല്ലാവരും ആശംസിക്കുന്നു. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ട് ഉണ്ടാവില്ലേ? പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ സപ്പോർട്ട് അവർക്ക് നൽകുന്നുണ്ട്. കാരണം കക്കാടംപൊയിലും കൂടരഞ്ഞി പഞ്ചായത്തും ടൂറിസം രംഗത്ത് ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട് ടൂറിസമായിട്ട് ഒന്നുകൂടി മുതലോട്ട് പോകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ടൂറിസമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരെ കുറച്ചുകൂടി ടൂറിസത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവർക്ക് കൂടി വരുമാനം ലഭിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആവിഷ്കരിച്ചു വരുന്നത്. കൂടുതൽ ഹോം സ്റ്റേ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് നാട്ടുകാർക്ക് കൂടി സാമ്പത്തികമായും അല്ലാതെയും ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചു വരും. ഓക്കെ, താങ്ക് യു വൈസി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? വളരെ മനോഹരമായിരുന്നു, വെറൈറ്റി ആയിരുന്നു. മലയോര മേഖലയ്ക്ക് ഇത്തരം ഒരു പരിപാടി ആദ്യമായിട്ട് വരുന്നു. ഒരു ടൂറിസം പ്രൊമോഷൻ ചെയ്തതിന് ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാലാവസ്ഥ ഉണ്ടാവും, ആളുകൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്ന ഒരു ആശങ്കയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ മനോഹരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. ഓക്കെ, സാറിന്റെ പേരെന്തായിരുന്നു? ഗഫൂർ. എവിടെ വീട്? ഞാൻ ഇടയ്ക്കരയാണ്. കക്കാടംപൊയിൽ ടൂറിസം ഓർഗനൈസേഷന്റെ ഭാഗമായിരുന്നു. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ. ഹലോ, നമ്മുടെ മലബാർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ ഇവന്റില് നമ്മൾ കക്കാടംപൊയില് ഭോഗി മോഡലിൽ വെച്ചിട്ട് പട്ടം പറപ്പിച്ചു. വൺ വിജയമായിരുന്നു. കാരണം നല്ല കാലാവസ്ഥ തന്നു. നല്ല പട്ടം ഒത്തിരി കൊണ്ടുപോകാൻ സഹായിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. വളരെ ഒത്തിരി ആൾക്കാർ പങ്കെടുത്തു. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇവിടെ നടത്താനായിട്ട് ഞാൻ ഒരുക്കുവാണ്. സംഘാടകരും ബാക്കിയുള്ളവരും റെഡിയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന വർഷം ഞായറാഴ്ച ദിവസം വൈകുന്നേരമാണ് ഇത് ഏറ്റവും നല്ലത്. കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് നമ്മൾ രാവിലെ വെച്ചത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇത് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടിയായിട്ട് തങ്കച്ചേട്ടന്റെ എല്ലാ ഹെൽപ്പും ഉണ്ടാവില്ലേ? അല്ല, തീർച്ചയായിട്ടും എന്റെ എല്ലാ ഹെൽപ്പും ഉണ്ട്. ഈ പ്രാവശ്യം തന്നെ ഇത് ഗ്രൗണ്ടൊക്കെ ഒരുക്കാനായിട്ട് ഒത്തിരി വിഷമം വന്നായിരുന്നു. ഇതെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിൽ തീർച്ചയായിട്ടും മുമ്പോട്ടും ഇത് സഹകരണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. പ്രസിഡന്റ്, ഇന്നത്തെ പരിപാടിനെ പറ്റി 2 വാക്ക്. കൂടഞ്ഞി ഗ്രാമപഞ്ചായത്ത്, കക്കാടംപൊയിൽ ടൂറിസ്റ്റ് അസോസിയേഷനും അതുപോലെ റോട്ടറി മിൽഡിമോസും ഒരാളൂടെ ഉണ്ടായിരുന്നില്ല ബോർഡ് കൂടഞ്ഞി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കക്കാടംപൊയിലെ ടൂറിസ്റ്റ് അതുപോലെ റോട്ടറി മിഡ് ഹൗസും ഫോഗി മൗണ്ടും കൂടി സംഘടിപ്പിച്ച കൈറ്റ് ഫെസ്റ്റിവൽ വളരെ മനോഹരമായിരുന്നു. ആദ്യത്തെ ഒരു അനുഭവമാണ്. നമ്മുടെ മലയോര മേഖലയായ കക്കാടംപൊയിൽ ഇനിയും ഇങ്ങനെ ടൂറിസം മേഖലയായിട്ട് ഒരുപാട് കടന്നു വരട്ടെ. അതുപോലെ ഇനിയും വരും വർഷങ്ങളിൽ നമുക്കൊരു ഉത്സവമാക്കി മാറ്റണം. കക്കാടംപൊയിലും പൂവാറന്തോടും നമ്മുടെ കുടഞ്ഞി പഞ്ചായത്തിന് ഏറ്റവും മനോഹരമായുള്ള ടൂറിസം പ്ലേസാണ്. അത് നമുക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പഞ്ചായത്ത് ഒരുക്കല്ലേ? പഞ്ചായത്ത് അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ മെമ്പർമാരൊക്കെ ഒന്ന് നോക്കിയാ എന്തെങ്കിലും പറയാനുണ്ടോ നിസാറത്ത? വലിയൊരു അനുഭവമാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോയി പട്ടം പറക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഈസി ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം. പക്ഷെ ഇവിടെ വന്ന് പട്ടം പറത്താൻ കയ്യിൽ കെട്ടി പറത്തി നോക്കുമ്പോഴാണ് ഈസിയല്ല. പക്ഷെ അത് പഠിക്കുക തന്നെ വേണം. പുതിയൊരു അനുഭവമായിരുന്നു. എന്തെങ്കിലും പറയണ്ട മെമ്പർക്ക്? മലയോര മേഖലയുടെ ടൂറിസം പദ്ധതി എന്ന യാഥാർത്ഥ്യം
സത്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ചെയ്തേക്കാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്തെ നാട്ടുകാർക്കും വരുന്ന ടൂറിസ്റ്റുകൾക്കും ഒക്കെ ഉപകാരപ്രദമാകട്ടെ. ഓക്കെ, താങ്ക് യു. ഒരു അനുഭവമായി മാറി പട്ടം പറത്തൽ. ഇത്ര ഈസി അല്ല, എന്നാലും അതിമനോഹരമായി വന്നിട്ടുണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ? അത് വേണ്ട, അത് ക്യാൻസൽ ചെയ്യണം. എന്താ ഇന്നത്തെ പരിപാടിനെ പറ്റി പറയാനുള്ളത്? കക്കാടംപൊയിൽ മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കക്കാടംപൊയിൽ കൊള്ളൂരി ബ്ലോക്ക് പഞ്ചായത്തും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തും നടത്തിയ ഫോഗി മൗണ്ടെയിന്റെ സഹകരണത്തോടെ നടത്തിയ ഈ കൈറ്റ് ഫെസ്റ്റ് ഇത് ഇവിടുത്തെ ടൂറിസത്തിന് വളരെയേറെ ഗുണം നൽകുന്ന, ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു കൈറ്റ് ഫെസ്റ്റാണ്. ഇത് എല്ലാ വർഷവും നടത്തേണ്ടതുണ്ട്. ഇവിടെ കാറ്റ് പോയി വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. നല്ല ഉയർന്ന നിലയിലുള്ള കുന്നുകളാൽ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാഴ്ച ഭംഗിയുള്ള സ്ഥലമാണ് കക്കാടംപൊയിൽ. കാഴ്ച ഭംഗി കക്കാടംപൊയിൽ മാത്രമല്ല, കക്കാടംപൊയിലെ ജനങ്ങളുടെ മനസ്സിലും ആ ഭംഗിയുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പട്ടം പറത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ നല്ല ആതിഥ്യ മര്യാദയാണ് ഈ ഫോഗി മൗണ്ടെയിന്റെ ഭാരവാഹികളോട് സ്ഥാപനത്തിന്റെ അധികാരികൾക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് തങ്കച്ചേട്ടനും മകൻ മാർട്ടിനും നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നമ്മുടെ എല്ലാ റൈഡിലും വളരെ ഉഷാറുള്ള നല്ല റൈഡുകളാണ് ഇവിടെയുള്ളത്. എല്ലാവർക്കും ജനങ്ങൾക്ക് ടൂറിസം വിനോദ രംഗത്ത് ഭാവിയിലേക്ക് മലബാറിനൊരു മുതൽക്കൂട്ടാണ് ഈ ഫോഗി മൗണ്ടെയിൻ. ഒരുപാട് സ്ഥല സൗകര്യമുള്ള നല്ല സാഹചര്യമാണ് ഇവിടെയുള്ളത്. നല്ല റൈഡുകളുണ്ട്. അതേപോലെ തന്നെ അതിന് നല്ല സഹകരണമുള്ള ജീവനക്കാരും ഇവിടെയുണ്ട്. അവർ നമ്മളെ ഏത് രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഫോഗി മൗണ്ടെയിൻ നിലകൊള്ളുന്നത്. ഇവിടെ ഞങ്ങൾക്ക് തന്ന റിസപ്ഷൻ, ഈ ഫോഗി മൗണ്ടെയിന്റെ ഭാഗമായിട്ടുള്ള ഹട്ടിലുള്ള താമസമൊക്കെ വളരെ പുതിയൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.